സാദിഖ് സാറേ, ഇറാനിൽ ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇറാൻ തീർന്നു, ഇനി ഒന്നുമില്ല, അവരെ ഞങ്ങൾ നശിപ്പിച്ചു, 90% ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് വീരവാദവും മുറക്കിക്കൊണ്ട് ട്രംപും നെതന്യാഹുവും പോയി, അവരുടെ പാട്ടിന് പോയി. ഇപ്പോൾ കണ്ടോ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകോത്തരമായ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും വെടിവെക്കാൻ ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത 2 വിമാനങ്ങളാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഒന്നൊരു F-14 വിമാനം, അജയ്യൻ, അജാതശത്രു എന്നൊക്കെ പറയുന്ന പോലെ. മറ്റൊന്ന് തണ്ടർബോൾട്ട് 11. ജന്മത്ത് വേറൊരു രാജ്യത്തിനും തൊടാൻ കഴിയായിരുന്ന അത്തരം വിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുക. ഇതെന്തു, ഇറാൻ്റെ ഈ ശക്തിയുടെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഈ രാജ്യങ്ങൾ അവരവരുടെ ശക്തി, ആണവ ശക്തി ഒക്കെ ചിലർ ഉള്ളതിൻ്റെ ഇരട്ടിയായി അവർ അവകാശവാദം ഉന്നയിക്കും. ബുദ്ധിയുള്ള മറ്റു ചിലർ ഒന്നും ഇല്ല എന്നുള്ള മട്ടിൽ മൗനം പാലിക്കും. ഇനി ഇല്ലാത്ത ആയുധങ്ങൾ ഉണ്ട് എന്നാരെങ്കിലും അവകാശപ്പെട്ടാൽ അത് നിഷേധിക്കാനും പോവില്ല, അങ്ങനെ ഇരുന്നോട്ടെ എന്നും കരുതും. എന്തായാലും നമ്മളുടെ കയ്യിൽ ഇതുണ്ടെന്നാണല്ലോ പറയുന്നത്, എന്നാൽ പിന്നെ അതൊന്ന് നിർമ്മിച്ചെടുക്കാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതിനുള്ള ശ്രമവും നടത്തും. ഇറാൻ ഏതാണ്ട് ഈ ഒരു നിലപാടിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, കാരണം ഈ അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു എന്ന് കേട്ടാൽ നഴ്സറി സ്കൂളിലെ കുട്ടികൾ പോലും വിശ്വസിക്കും രണ്ടിൻ്റെ അന്ന് ഇറാൻ കട്ടയം പറഞ്ഞു, എന്നോട് പറഞ്ഞു ശേഷക്രിയ നടത്താം എന്ന്. ഇറാന്റെ രാജ്യത്തിന്റെ ശേഷക്രിയ നടത്താം എന്ന് ചിന്തിച്ചാൽ കുറ്റം പറയാനൊക്കില്ല. കാരണം നമ്മളാരും അമേരിക്കയിൽ ചെന്നോ ഇറാനിൽ ചെന്നോ ഇവരുടെ ആണവനയങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടിട്ടല്ല അഭിപ്രായം പറയുന്നത്. പൊതുവിൽ ഉള്ള ഒരു പ്രൊജക്ഷനാണ് അത്, ഈ പറഞ്ഞ രീതിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് അപ്പുറം ഇറാന്റെ കയ്യിൽ ഇത്തരം സംഗതികളെല്ലാം ഉണ്ടായിരുന്നു എന്ന് തെളിയുകയാണ് ഈ ദിവസങ്ങളിൽ. ഇതിപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്നത്, പലരും പറയുന്നു റഷ്യ പിന്തുണയ്ക്കുന്നു, ഒരു റായും കൂടെ ഉണ്ട് ഇറാന്റെ പിന്നിൽ, ആ റഷ്യയാണ്. അത് ഇല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇവരിപ്പോൾ ആക്രമിച്ചിരിക്കുന്ന വ്യോമവേധ മിസൈൽ, അതിൻ്റെ പേര് മജീദ് എന്ന്. അപ്പോൾ അത് അവരുടെ രാജ്യത്ത് തന്നെ, മജീദ് എന്ന് ഒരിക്കലും റഷ്യ അവരുടെ ആയുധത്തിന് പേരിടില്ല. അവർ തന്നെ നിർമ്മിച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ രാജ്യത്ത് നിർമ്മിച്ച മിസൈൽ കൊണ്ടാണ് ഈ അമേരിക്കയുടെ ഈ പോർ വിമാനങ്ങളെ അവൻ്റെ അടുത്തേക്ക് വരുന്നതിനെ പോലും ഇല്ലാതാക്കി ഭസ്മീകരിക്കുന്ന സാധനമാണത്. ആ സാധനത്തിനെ തകർത്തിട്ട് പൈലറ്റിനെ കാണാതെ, അതാണ് രസം. പൈലറ്റ് ഒരാൾ രക്ഷപ്പെട്ടു, ഒരാളിനെ കാണാനില്ല. കാണാതെ വന്നപ്പോൾ ഇറാൻകാരോട് റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞ ഒരു കാര്യം, ഏത് അമേരിക്കക്കാരനെ കണ്ടാലും അപ്പോൾ വെടിവെച്ചിട്ടേക്കുന്നു. അപ്പോൾ അമേരിക്കയെ അന്വേഷണം തുടങ്ങി. കാരണം തങ്ങളുടെ അഭിമാന പ്രശ്നമാണല്ലോ, അവനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ രഹസ്യങ്ങൾ മുഴുവൻ ചോർന്നു. അപ്പോൾ അവരും കൂടെ ഇറങ്ങിയപ്പോൾ ഇറാൻ വാക്കുമാറി. ഇറാൻ പറഞ്ഞു, വേണ്ട, ഏത് ആളിത് കണ്ടുപിടിച്ചാലും അദ്ദേഹത്തിന് $66,100 കോടി നൽകാം എന്നുള്ള ഒരു അന്വേഷണം. അപ്പോൾ ഇറാൻകാരും അതുപോലെ അമേരിക്കക്കാരും മത്സരിച്ച് നോക്കാൻ ഇറങ്ങി. അവസാനം അമേരിക്കക്കാർക്ക് തന്നെ കിട്ടി, അയാളെയും കൊണ്ട് പോയി എന്ന് പറയപ്പെടുന്നു. എങ്ങനെ നമുക്കറിയില്ല, അവരെയും പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടുണ്ടാകും തോന്നുന്നത്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇവർ തമ്മിൽ 3 യുദ്ധങ്ങൾ, ഇതേപോലെ പോരുകളുണ്ടായല്ലോ, അതിലാദ്യമായിട്ടാണ് ഇറാൻകാർ ഒരു അമേരിക്കൻ വിമാനം ഇറാനുള്ളിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുന്നത്. ഇതിൽ മറ്റേ നമ്മൾ പറഞ്ഞ തണ്ടർബോൾട്ട് 11 എന്ന് പറയുന്നത്, അത് വെടിവെച്ചിട്ട് എവിടെ വെച്ചാണെന്നറിയോ? ഹോർമൂസ് കടലിൽ വെച്ചാൽ. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഹോർമൂസ് കടലിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഇറാൻ്റെ കയ്യിലാണ്, ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണവും ഇറാൻ്റെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ തോൽപ്പിച്ചു ഹോർമൂസ് ഇപ്പോൾ തുറക്കുമെന്നൊക്കെ പറയുന്നത്? ഇതെന്ത് വിഡ്ഢിത്തങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 36ാമത്തെ ദിവസമാണ്. ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. 36ാമത്തെ ദിവസമാണ്. 36 ദിവസം ഇത്രയും വലിയ രീതിയിൽ ഇറാനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന വാർത്തകൾ, ഇതിപ്പോ ഏതെങ്കിലും ഒറ്റപ്പെട്ട വാർത്തയല്ല, ഇത് പൊതുവായി വന്ന വാർത്തയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന വാർത്തയാണ്. അമേരിക്കയുടെ ഈ പറഞ്ഞ തണ്ടർബോൾട്ടും F-16 ഒക്കെ തകർത്തു എന്നുള്ളത്. തകർക്കാൻ പറ്റാത്തത് 16 നേരത്തെ വെടിവെച്ചിട്ടു. F-35 വെടിവെച്ചിട്ടു. കപ്പൽ 2 തകർത്തില്ലേ? നമ്മുടെ USS എബ്രഹാം ലിങ്കൺ, അതുപോലെ ജെറാൾഡ് ഫോർഡ്, ഹോർമൂസ് വിട്ടു പരിക്കുകളോട്.
ഒപ്പം ഉം. ഈ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പലതും നശിപ്പിച്ചു. ഉം. അത് അവരോടുള്ള നേരിട്ടുള്ള വിരോധമല്ല. അവിടാണ് എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്. അതായത് ഈ ഗൾഫുകാർ താമസിക്കുന്ന മലയാളികൾ മരിച്ചിട്ടുണ്ട്, അതെ. മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മരിച്ച ഒരു ഈജിപ്തുകാരനാണ്. ഇങ്ങനെ അവർക്ക് അപായം ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഈ ഗൾഫ് എന്ന് പറയുന്നത് മൊത്തം അറേബ്യൻ വംശജരാണല്ലോ, പഴയ ആര്യൻ അതെ. വംശജരെ. അവർക്കെല്ലാം ഈ ഇറാൻ എന്ന രാജ്യത്തോട് ഒരു നീരസം തോന്നാനും ഒരു വെറുപ്പ് തോന്നാനും ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് തന്നെ ഇറാനെതിരായിട്ടൊരു യുദ്ധം പണ്ട് കുവൈറ്റ് നടത്തിയതുപോലെ ഇറാഖിനെതിരെ നടത്തിയതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനും ഇടയാവില്ലേ? അവിടെ മറ്റൊരു ചിന്ത തിരിച്ച് ഞാൻ ചോദിക്കട്ടെ. പറയൂ. ഈ ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനെ യുദ്ധം ചെയ്യുന്നു, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ യുദ്ധം ചെയ്തുകൂടെ എന്ന് തിരിച്ചു ചിന്തിക്കാത്ത എന്താ? എന്തുകൊണ്ട് ചോദിക്കുന്നു? അത് ഞാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ. നമ്മളുടെ രണ്ടുപേരുടെയും ചിന്തയ്ക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവനവനിസം. സ്വന്തം കാര്യം. ദുബായിക്ക് ദുബായിയുടെ കാര്യം, ശരി. സൗദിക്ക് സൗദിയുടെ കാര്യം. ഓക്കെ. ഇല്ലെങ്കിൽ ഈ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധം വന്നപ്പോൾ സൗദി അറേബ്യ അമേരിക്കയെ ഞാൻ ഒന്ന് ഇടപെട്ട് പറയട്ടെ സാർ, ക്ഷമിക്കണം. അതായത് അമേരിക്കയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സെൽഫിഷ്നെസ് ഉള്ളത്. അമേരിക്കാസ് ഇൻട്രസ്റ്റ് എന്ന് അവർ തന്നെ പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ പേടി എന്ന് പറഞ്ഞാൽ ഇറാൻ മൂലം തങ്ങളുടെ രാജ്യം നശിക്കൂ എന്നുള്ള പേടി. അല്ല ലോകം നന്നാക്കാനുള്ള യുദ്ധമൊന്നും അല്ല ഇത്. എന്നിട്ട് എല്ലാം കൂടെ കുളമായി കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഞങ്ങളെ സഹായിക്കും, നിങ്ങളെല്ലാം കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കും. ഹോർമോസ് കടലിൽ കുടുങ്ങി പോയപ്പോൾ ഇതാണ് അവസാനം ആരെയും കിട്ടാതെ വന്നപ്പോൾ സ്വന്തം നിലയിലാകാമെന്നൊക്കെ പറഞ്ഞ് ട്രംപിന്റെ ആ ഗ്രാഫൊക്കെ പോയി. ഇനിയിപ്പം ട്രംപിന്റെ ഗ്രാഫ് -0 ആണ് ആയി. അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് 0-ന് താഴേക്ക് പോയി, മൈനസിലേക്ക് പോയി. ഇനി അവിടെ ആണ് ആഭ്യന്തരമായിട്ടുള്ള വിഷയം. ഈ കാര്യങ്ങൾ ഇറാനിലെ ഭരണാധികാരിക്കെതിരെ ആഭ്യന്തര യുദ്ധം ഇവിടെ ഹൂതികളെയോ ഒക്കെ കൊണ്ട് ചെയ്യിക്കാം, കുർദുകളെ കൊണ്ടൊക്കെ ചെയ്യിക്കാമെന്നും പറഞ്ഞ് വന്നെടുത്ത് ഇപ്പോൾ നേരെ തിരിഞ്ഞു. അമേരിക്കയിൽ ട്രംപിനെതിരെ അത് വർഗീയവാദികളും തീവ്രവാദികളും ഒന്നുമല്ല, മര്യാദയ്ക്കുള്ള സിവിലിയൻസ്. അതിന്റെ വാർത്ത ഞാൻ തിരിഞ്ഞു. അതെ, ആ തിരിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. US പട്ടാളത്തിൽ ഇപ്പൊ തമ്മിലടിക്കായി, കൂട്ടത്തല്ലായി. അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി കാഷ് പട്ടേൽ, തുളസി ഗബ്ബാർ ഇപ്പോൾ ഉടനെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ വംശജരായിട്ടുള്ള 2 മിലിറ്ററിയുടെ ഭരണം നോക്കുന്ന 2 ഉദ്യോഗസ്ഥരാണ്. അവരുടെ 2 പേരുടെ ഇപ്പൊ തെറിപ്പിക്കാൻ പോവുകയാണ്. എത്ര പേരെയാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകം പുറത്താക്കിയത്? ഒരു ഡസനിലധികം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പാണ്. പട്ടാളത്തിന്റെ ടോപ്പ് എക്കലോൺ മുഴുവൻ അവിടുന്ന് തെറിപ്പിച്ചു കളഞ്ഞു. ഞാൻ പേരുകളും പറയാം. കരസേനാ മേധാവി ജനറൽ റാൻഡി ജോർജ്, മേധാവിയാണ്, ചീഫ് ഓഫ് സ്റ്റാഫ്. നമ്മുടെ യുദ്ധത്തിനിടെ, ബംഗ്ലാദേശ് യുദ്ധത്തിനിടെ മനേക്ഷായെ പുറത്താക്കി എന്തിരിക്കും? അതുപോലുള്ള സംഭവമാണ് നടന്നത്. അതുപോലെ ഇത് ചെയ്തിരിക്കുന്നത് പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ്സ് ഹോക്റ്റ് എന്ന് പറയുന്ന ആളാണ്, ചീഫ് ഓഫ് സ്റ്റാഫ്. അതുകൂടാതെ വേറെ 2 ജനറൽമാരെ 2 പേരെയും പുറത്താക്കി. ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റ്യനോ മെറ്റനോഡി എന്ന് പറയുന്ന ആളിനെ നേരത്തെ പുറത്താക്കിയിരുന്നു. അതുപോലെ ജനറൽ പാംബോണ്ട്, സൈന്യത്തിൻ്റെ ജനറലായിട്ടുള്ള പാംബോണ്ടിനെ നേരത്തെ പുറത്താക്കിയിരുന്നു. ഇനിയിപ്പോൾ പോകാൻ പോകുന്നു FBI ഡയറക്ടർ, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇത് സൈന്യവുമായിട്ട് വളരെ ബന്ധമുള്ള ഒന്നാണ് അവരുടെ FBI എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ കാഷ് പട്ടേൽ, ഇന്ത്യൻ വംശജനാണ്, ഗുജറാത്ത് വംശജനാണ്. അതുപോലെ ഇൻ്റലിജൻസ് മേധാവി തുളസി ഗബാർഡ്, ഇന്ത്യൻ വംശജൻ തന്നെ, ആ തുളസി എന്നുള്ള പേര്. ഇവരെ 2 പുറത്താക്കാം. പിന്നെ ഇനി ആരവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് യുദ്ധത്തിനിടയിൽ ഒരു സൈനികമായിട്ടുള്ളൊരു അട്ടിമറി നടന്നിരിക്കുക. അതായത് ഇപ്പോൾ ഇറാനിലേക്ക് റിഷീം ചേഞ്ച് എന്ന് വന്ന് ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്ത് തന്നെ റിഷീം ചേഞ്ച് ഉണ്ടാകും. ഇതാ ട്രംപിൻ്റെ സഹോദരൻ്റെ മകള് അത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സർവനാശത്തിലേക്ക് പോകുകയല്ല, ആദ്യം അമേരിക്കയുടെ നാശത്തിലേക്കാണ് യുദ്ധം. വിദേശ യുദ്ധത്തിന് പോയത് ഇപ്പോൾ ആഭ്യന്തര യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ എന്തുകൊണ്ടുള്ള ഒരു നിലപാട് ഇറാൻ എടുക്കുന്നു എന്നുള്ളത്. അവിടെ എനിക്ക് ഓർമ്മ വരുന്നത് മഹാഭാരത യുദ്ധമാണ്. ശ്രീകൃഷ്ണൻ അർജുനൻ വില്ല് വെച്ചിട്ട് നോക്കിയപ്പോൾ എല്ലാം ബന്ധുക്കളാണ്. ഞാൻ എങ്ങനെ വില്ല് കൊലയ്ക്കുമെന്നുള്ളപ്പോൾ കൃഷ്ണൻ പറഞ്ഞ വാക്കുണ്ട്, ഇവിടെ ബന്ധുക്കളില്ല, ധർമ്മവും അധർമ്മവും എന്നുള്ളൂ. അതുപോലെ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഇറാന്റെ ഒരു നിലപാട് അത് തന്നെയാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ഒമാനോ സൗദിയോ ദുബായിയോ ഒന്നുമില്ല, ധർമ്മവും അധർമ്മവുമാണ്. ഈ പറയുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയാണ്. അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നവൻ സ്വന്തക്കാരനോ ബന്ധക്കാരനോ ആണെങ്കിലും അവൻ ശത്രുവാണ്. വാക്യമാണ്.
10,000-3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, നമ്മുടെ സമയം തീരുകയാണ്. അതിനു മുമ്പായിട്ട് ഒരൊറ്റ ചോദ്യം. അതായത് ഈ നമ്മുടെ അൽ ഖമനേയിയുടെ സർവോന്നത മേലധ്യക്ഷൻ, മതപുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ശരീരം മയ്യത്ത് അടക്കം ചെയ്തിട്ടുണ്ടോ ഇതുവരെ? എന്താണ് സാറിന് കിട്ടുന്നത്? അത് കൃത്യമായി നമ്മൾക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവരിപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. എന്തിനാ അത് പറയുന്നത്? മരിച്ചു എന്ന് ഈ വിളിക്കുന്നവനും അറിയാം, ഏറ്റു വിളിക്കുന്നവനും അറിയാം. പക്ഷെ അവനൊരു ഊർജമാണ് ആ ആള് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഈ പറയുന്ന ഖമനി ജീവിച്ച് അടക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിശ്വാസം ആർക്കെങ്കിലും ആ ജനതയ്ക്ക് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം പരസ്യമായി അത് ചെയ്യാതെ. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് ഇപ്പോ അതിന്റെ എനിക്ക് തോന്നുന്ന ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരും. തീർച്ചയായും വന്നു കഴിഞ്ഞാൽ ഇതിലാക്കാക്കിക്കൊണ്ട് ഇസ്രായേൽ മിസൈൽ അയക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഭീതി, അത് ഒരു അപകടം ഒഴിവാക്കാനായിരിക്കാം. രണ്ടാമത്തെ ഒരു സംശയം, ഈ ഷിയ എന്ന് പറയുന്ന ലോകത്തിലെ മുസ്ലിങ്ങളിലെ 5% മാത്രമാണ്. അവരുടെ രാജ്യമാണ് ഇറാൻ, അവർ ഭൂരിപക്ഷമുള്ള രാജ്യം. അതുപോലെ തന്നെ 95% മറ്റുള്ളവരൊന്നും സുന്നി വിഭാഗക്കാരാണ്. അവർ തമ്മിൽ ചെറിയൊരു ഈശ്വൽ വ്യത്യാസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഈ മയ്യത്തെന്ന് പറയുന്നതിനെ നമസ്കരിക്കുകയും അത് ദർഗയായിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന സൂഫിസത്തിൻ്റെ ഒരംശം കൂടി ഈ ഷിയ മതത്തിലുണ്ട്, ചെറിയൊരംശം കൂടിയുണ്ട്. അങ്ങനെയൊന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദർഗകൾ അല്ലെങ്കിൽ ഖബറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു എണ്ണം ഇത്രയും നാളായിട്ട്, ഇപ്പം ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധം, മാർച്ച് 28 കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങളും പിന്നിട്ട് കഴിഞ്ഞിരിക്കുക. അപ്പോഴും ഇത് അങ്ങനെ ഒരു എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണോ? അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണത്തിന് നിരക്കുന്നതാണോ അങ്ങനത്തെ നീണ്ടകാലം വെച്ചുകൊണ്ട്? ഇറാൻ ആയതുകൊണ്ട്, രാജ്യം ഇറാൻ ആയതുകൊണ്ട് അവരുടെ ആണവ ശക്തിയുടെ രഹസ്യം ആർക്കും ഇപ്പോഴും അറിയാൻ കഴിയാത്തതുപോലെ മറ്റൊരു രഹസ്യമാണിത്. ഈ ദൃശ്യം സിനിമയിൽ അത് മറന്നേക്കൂ, എന്റെ മരണത്തോടെ ആ എല്ലാം ഇതാകട്ടെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വാചകമില്ലേ? എന്ന് വെച്ചാൽ ഞാൻ അത് വെളിപ്പെടുത്തില്ല, ഞാൻ മരിച്ചാലും വെളിപ്പെടുത്തില്ല എന്താണ് സംഭവിച്ചത്. അതുപോലെ ഒരു രഹസ്യമായിട്ട് ഇത് തൽക്കാലം ഇരിക്കും. യുദ്ധം തീർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.